ഇന്നത്തെ വിഷയം ജ്ഞാനി ആര്, അജ്ഞാനി ആര്. നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അയാൾ വലിയ ജ്ഞാനിയാണ്, ഇന്നാള് അജ്ഞാനിയാണ്. ഈ വാക്കുകൾ നമ്മളിങ്ങനെ പറയുമ്പോൾ എന്താ ഈ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? കുറെ ക്വാളിഫിക്കേഷനോ, ഡോക്ടറേറ്റോ? അതുള്ളവരൊക്കെ ദുഃഖിക്കുകയും കരയുകയും നിലവിളിക്കുകയും കലഹമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആരാപ്പ ജ്ഞാനി? നമ്മളെക്കുറിച്ച് വേറെ ചിലവരും പറയും ജ്ഞാനിയാണെന്ന്. എന്ത് ജ്ഞാനിയൊന്നല്ല, കാര്യത്തോടെടുത്താൽ ഒരു ജ്ഞാനിയും അല്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനി എന്ന് പറയുന്നത് ഈ ക്വാളിഫിക്കേഷനും ഇതൊന്നും ആയിട്ട് ബന്ധമില്ല. അവര് വർത്തമാനകാലത്ത് ജീവിക്കുന്നവരാണ്. വർത്തമാനകാലത്ത് അല്ലാതെ ജീവിക്കുന്നവര് അജ്ഞാനികളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു വന്നിരുന്നു, എന്തേ കഴിച്ചേ ഓർമ്മയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്താന്ന് ഓർമ്മയില്ലാതിരിക്കാനുള്ള കാരണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധ അതിലായിരുന്നില്ല. ഇഡ്ഡലിയാണ് കഴിച്ചതെങ്കിൽ മുഴുവൻ ശ്രദ്ധയും ഇഡ്ഡലിക്കായിരുന്നുവെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഇത് നല്ല ഭക്ഷണമാണ്, ഇന്ദ്രിയങ്ങളോട് പറയുക, ആമാശയത്തിനോട് പറയുക ഭക്ഷണം നല്ല ഭക്ഷണമാണ്, അത് ഈ അവയവങ്ങളോടൊക്കെ പറഞ്ഞതിന് ശേഷം 100% വർത്തമാനകാലമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല. ചിലപ്പോൾ ചില പരിപാടിയൊക്കെ കാണുമ്പോൾ അതിലേക്ക് ഒന്ന് കോൺസെൻട്രേഷൻ വരുമ്പോൾ ഒന്ന് വർത്തമാനകാലത്തിലേക്ക് വന്നപ്പോൾ നന്നായിരിക്കുന്നു കേട്ടോ. പാട്ട് കേട്ടു, എല്ലാം മറന്നു, എന്തേ ഉണ്ടായേ? അപ്പൊ ആ പാട്ട് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊരു വ്യവസ്ഥ വന്നു, അപ്പൊ സന്തോഷായി. വർത്തമാനകാലത്തോട് ചേരുമ്പോൾ പ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കുന്നവരും പ്രഭാഷകനും തമ്മിൽ ഒരു അദ്വൈത ഭാവത്തിലേക്ക് വന്നാലോ? രണ്ടില്ല, സംസാരിക്കുന്നവരും കേൾക്കുന്നവരും രണ്ടില്ല. നല്ല പ്രഭാഷണവും സംസാരിക്കുന്ന ആൾക്ക് ഇഷ്ടാവും, കേൾക്കുന്നവർക്കും ഇഷ്ടാവും. ഒരു കരടുമില്ല, അവർ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ വീട്ടില് സുഖം ഉണ്ടാവണമെങ്കിൽ എല്ലാവരും ജ്ഞാനികളാവണം. ഭർത്താവിന്റെ മനസ്സ് എവിടെയാണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല, ഭാര്യയുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ല, മക്കൾ ഓരോരുത്തരും വേറെ ഏതോ ലോകത്താണ്. ഇപ്പോ അസ്വസ്ഥത വർദ്ധിക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് മാന്തും. ഫോണെടുത്ത് മാന്തിയാൽ ഒരു വിഷയം കേട്ടിരിക്കണമെങ്കിൽ ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ടേ? 5 മിനിറ്റെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? 50 സെക്കൻഡ് ആവുമ്പോഴേക്കും അസ്വസ്ഥനായി, ചാനൽ മാറ്റി. അത് കേൾക്കാൻ തന്നെ കാരണം അതിന്റെ തലക്കെട്ടായിട്ട് എന്തോ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താ അറിയാനാണ് ഇപ്പൊ അത് ഓണാക്കിയത്. അപ്പൊ അത് ചിലപ്പോൾ അതിൽ പറയുന്നില്ല, ഇത്ര നേരമായിട്ട് അത് പറയണില്ല, പറയണമെങ്കിൽ തന്നെ അവസാനാവും. ചിലപ്പോൾ തലക്കെട്ട് അങ്ങനെയൊക്കെ വന്നാൽ ഈ വിഷയം ഉണ്ടാവില്ല. അസ്വസ്ഥയില്ലേ? ഇത് വിട്ട് വർത്തമാനകാലത്ത് ജീവിക്കുന്നവര് ജ്ഞാനികളാണ്. അവർക്ക് ഇനി ഫുൾഫിൽ ചെയ്യാൻ, പരിപൂർണതയിലെത്താൻ ഇനി കാര്യമൊന്നും വേണ്ട. അതിന്റെ അർത്ഥം പ്രവർത്തിക്കാതിരിക്കുക എന്നല്ല കേട്ടോ.
പ്രവർത്തിക്കുന്ന കാര്യം പരിസമാപ്തിയിലെത്തി ഭംഗിയായാലും ഇല്ലെങ്കിലും ഞാൻ ശാന്തയും സമാധാനവും എന്നിൽ ഉണ്ട്. ഇപ്പൊ സന്തോഷാണ്. അല്ല, അതും കൂടി കഴിഞ്ഞാൽ സന്തോഷം കുറച്ച് കൂടുമല്ലോ? കൂടില്ല. സുഖം എന്ന് പറയുന്നത് ദുഃഖത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥയാവുമ്പോ വിശേഷമൊന്നും വന്നില്ല, ദുഃഖം തൽക്കാലമില്ല. പഴുത്ത മാങ്ങ തിന്നണമെന്ന് തോന്നി, കിട്ടണില്ല, ദുഃഖമായി. മാങ്ങ തിന്നു, അപ്പൊ എന്തേ സംഭവിച്ച്? അതിനു മുമ്പുണ്ടായ ആ ദുഃഖമാണ് പോയി എന്നല്ലാതെ ഇപ്പൊ സുഖമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സുഖം കിട്ടാത്തത്. സുഖം തേടിപ്പോയാൽ എവിടെ സുഖം തേടുക? പുറത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒടുവിൽ എന്തെല്ലാം കിട്ടിയാലും സുഖമില്ല, പുറത്ത് തിരയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് 2 ദിവസം കഴിച്ചാലോ നമുക്ക് മടുക്കും. ഒരു 2 ദിവസം അങ്ങനെ എടുത്ത് കഴിക്കേണ്ടി വന്നു. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും സഹിക്കാൻ വയ്യ. ഇന്നലെ ഉണ്ടാക്കി തന്നെയാണ് ഇന്ന് തരണത് നമുക്ക് തോന്നും. അതല്ല കേട്ടോ, ഇന്ന് ഉണ്ടാക്കി തന്നെയാണ്, ഒരേ രീതിയാണ്. ഇക്കാരണം കൊണ്ട് കർമ്മോന്മുഖനാവണം. ഏത് സമയത്തും സുഖത്തിനെ പുറത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇരിക്കണ വീട്ടില് സുഖം ഇല്ല, വീട് മാറണം. ഇപ്പോഴത്തെ ഓടിക്കുന്ന കാറിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിനൊരു ഫാഷൻ പോരാ. ഈ വണ്ടി അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പുറത്ത് നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജ്ഞാനിയായ വ്യക്തിയാകട്ടെ പുറത്ത് തിരയേണ്ടെന്നോ ഒരു കർമ്മം ചെയ്യണ്ട എന്നോ അല്ല. അതെല്ലാം കഴിഞ്ഞ് ആണെങ്കിലേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. ജ്ഞാനികൾക്ക് അങ്ങനെ ഉണ്ടാകില്ല. ജ്ഞാനിയെ ശിഷ്യന്മാർ കൂട്ടിക്കൊണ്ടുപോയി. ചെന്നപ്പോ വളരെ വലിയ വേദിയാണ്, ആരുമില്ല കേൾക്കാൻ. വലിയ ഹാളാണെങ്കിൽ ശരിക്ക് ഫീൽ ചെയ്യും. കാരണം വലിയ ചെമ്പില് ഒരു ഗ്ലാസ് ചായ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചെമ്പ് വലുതാ, അപ്പൊ കാണുകയില്ല. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ആ ചായ ഒഴിച്ച് അര ഗ്ലാസ് ആണെങ്കിൽ ശരിയായി ഫുള്ളായി നിൽക്കും. മനസ്സിനെ ആദ്യമേ തന്നെ ഫുള്ളാക്കി വെക്കുന്നവരുടെ പേരാണ് ജ്ഞാനികൾ. ഇക്കാരണം കൊണ്ടാണ് മഹാലക്ഷ്മി എന്ന ദേവത ഇഷ്ടപ്പെടുന്നത് പൂർണ്ണതയാണ്. മനുഷ്യജന്മം കിട്ടിയ പണിയെടുക്കണ്ടെന്നല്ല, പക്ഷെ പൂർണ്ണത ഉണ്ടാവണം. ഒരു പറ നെല്ല് കൊണ്ടുപോയി വെച്ചിട്ട് അതിങ്ങനെ കൂമ്പിച്ചു വെക്കണം, അതാ ലക്ഷ്മിക്ക് ഇഷ്ടം. പകുതിയല്ല, പറ നിറഞ്ഞ് അത് ഫുള്ളായിട്ടൊന്ന് കൂമ്പിച്ചു വെക്കണം. ലക്ഷ്മി എന്ന ദേവതയ്ക്ക് അതാണ് ഇഷ്ടം. ഒരു പറ നെല്ല് ഇല്ല, പറ അവിടെ കൊണ്ടു വെച്ചു, അപ്പം എന്ത് ചെയ്യും? ബാക്കി എവിടെങ്കിലും പോയിട്ട് കടം വാങ്ങി വരണ്ടേ? വേണ്ട, ഇടങ്ങഴി വെച്ചാൽ മതി. ആ ഇടങ്ങഴി വെച്ചിട്ട് ഇടങ്ങഴി ഫുള്ളായില്ലേ? ഇടങ്ങഴിക്കും ഇല്ലെങ്കിലോ നാഴി ഫുള്ളായ പോലെ. ഈ സംതൃപ്തി ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നവരാണ് ജ്ഞാനികൾ. ജ്ഞാനികൾ ജോലി ചെയ്യും, കർമ്മം ചെയ്യും, അതിനൊന്നും തടസ്സമല്ല. മകളുടെ കല്യാണം നടക്കണം, മകന് ഉദ്യോഗം കിട്ടണം, മകന് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ സന്തോഷിക്കൂ. അതാണ് അജ്ഞാനികൾ. മകളുടെ വിവാഹം കഴിഞ്ഞില്ലെങ്കിലും സന്തോഷം.
അപ്പൊ വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. സത്യമല്ലേ? അവരുടെ അച്ഛനമ്മമാര് വേദനിച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേദനിക്കുക? ആ വേദന മാറുമോ? ജ്ഞാനി എന്ന അവസ്ഥ ഇപ്പോൾ പൂർണ്ണത കാണുകയാണ്. ഒരു പറ നിറഞ്ഞു, അല്ലെങ്കിൽ ഒരടങ്ങഴി നിറഞ്ഞു. അജ്ഞാനി ഇപ്പൊ സന്തോഷിക്കില്ല, ഒരിക്കലും സന്തോഷിക്കില്ല. പൂർണ്ണത നോക്കി ഓടുക. അജ്ഞാനിക്ക് പർവ്വതത്തിന്റെ മുകളിലെത്തണം വേണം. ആ മുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സന്തോഷം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, പർവ്വതാരോഹണം വേണം. അതാണ് ജ്ഞാനി. ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വേർതിരിവൊന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.